വീട്ടമ്മ എന്നത് വളരെ ചെറിയ വാക്കാണ്. കുടുംബം നടത്തുന്ന സ്ത്രീകൾ രാഷ്ട്ര നിർമ്മാതാക്കളാണ്. അവളെ വീട്ടമ്മ എന്ന് വിളിക്കുന്നതിനു പകരം രാഷ്ട്ര നിർമ്മാതാവ് എന്ന് വിളിക്കണം. വീട്ടമ്മമാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അവരുടെ സംഭാവനയെ കുറച്ചു കാണിക്കുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞു. വീട്ടുജോലികൾക്കപ്പുറം കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ഭാവി തലമുറകളെ വളർത്തുന്നതിലും അവരുടെ പങ്ക് വളരെ വലുതാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വീട്ടമ്മമാർ ചെയ്യുന്ന വീട്ടുജോലികളും പരിചരണ സേവനങ്ങളും നിഷേധിക്കാനാവാത്ത സാമ്പത്തിക മൂല്യം വഹിക്കുന്നുണ്ടെന്നും ഭാവി തലമുറകളെ വളർത്തുന്നതിലും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മനുഷ്യ വികസനത്തിന് സംഭാവന ചെയ്യുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. തുക 3 വർഷത്തിലൊരിക്കൽ 10% വീതം വർദ്ധിപ്പിക്കണമെന്നും ജഡ്ജിമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. വിവാഹത്തിനുള്ളിലെ ലിംഗപരമായ റോളുകളെ കുറിച്ചുള്ള വിശാലമായ നിരീക്ഷണങ്ങളും വിധിയിൽ ഉണ്ടായിരുന്നു. വീട്ടുജോലികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഒരു സ്ത്രീ ഏറ്റെടുക്കണമെന്ന ഒരു ക്രമീകരണമായി വിവാഹത്തെ കാണരുതെന്നും കോടതി വ്യക്തമാക്കി. വിവാഹം എന്നാൽ വേലക്കാരിയെ നിർമ്മിക്കുക എന്നല്ല എന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ രണ്ട് ഇണകളുടെയും പങ്കിട്ട ബാധ്യതകളാണെന്ന് ഊന്നി പറഞ്ഞു. വിവാഹിതയാണ് എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീയുടെ അഭിലാഷങ്ങളും പ്രൊഫഷണൽ അഭിലാഷങ്ങളും ത്യജിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. സ്ത്രീകൾ അവരുടെ വീടുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കായികാധ്വാനം മാത്രമായി ഒതുക്കാനാവില്ല. വീടിന്റെ പരിപാലനം രാഷ്ട്രപരിപാലനമാണ്. അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുകയാണ്. സ്ത്രീയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നിശ്ചിത തുകയിൽ ഒതുക്കാവുന്നതല്ലെന്നും കോടതി പറഞ്ഞു. 2001 വാഹനാപകടത്തിൽ മരിച്ച 35-കാരിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക 8,43,000 രൂപയിൽ നിന്ന് 62,77,000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ 2,42,000 രൂപ നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ് 8,43,000 ആക്കിയത്. ഇതിനെതിരെ ഭർത്താവ് നൽകിയ ഹർജിയിലാണ് വിധി. കുടുംബ പരിപാലന നഷ്ടത്തിൽ 60,48,000 രൂപ നിശ്ചയിച്ചു. മരണാനന്തര ചടങ്ങുകളുടെ ചെലവും മറ്റും ഉൾപ്പെടുത്തി 62,77,000 രൂപ ഇൻഷുറൻസ് കമ്പനി നൽകാൻ സുപ്രീം കോടതി വിധിച്ചു. വീട്ടമ്മമാർ ഉൾപ്പെടുന്ന വാഹനാപകട കേസുകളുടെ നഷ്ടപരിഹാരം നിർണയിക്കുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു. നഷ്ടപരിഹാരം സാമ്പത്തിക നഷ്ടത്തിന്റെ ഇടുങ്ങിയ വിലയിരുത്തലിൽ പരിമിതപ്പെടുത്തരുതെന്നും കുടുംബത്തിന് നഷ്ടപ്പെടുന്ന ഗാർഹിക പരിചരണത്തിന്റെയും സേവനങ്ങളുടെയും മൂല്യം കൂടി കണക്കിലെടുക്കണമെന്നും വിധിച്ചു. ഇത് പരിഹരിക്കുന്നതിനായി ഗാർഹിക പരിചരണ നഷ്ടത്തിന്റെ മൂല്യം പ്രതിമാസം 30,000 രൂപയെ കോടതി നിശ്ചയിച്ചു. നഷ്ടപരിഹാര ക്ലെയിമുകൾ വിലയിരുത്തുമ്പോൾ കോടതികൾ ഉപയോഗിക്കുന്ന നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കൊപ്പം ഈ തത്വം ഒരു അധിക മാർഗനിർദ്ദേശമായി വർത്തിക്കണമെന്ന് ബെഞ്ച് പറഞ്ഞു. കുടുംബക്ഷേമത്തിനും സാമൂഹിക വികസനത്തിലും വീട്ടമ്മമാരുടെ പങ്ക് കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അംഗീകരിച്ചുകൊണ്ട് വീട്ടമ്മമാരുടെ ഭാവി സംഭാവനയുമായി ബന്ധപ്പെട്ട് കണക്കുകൂട്ടലുകൾ നഷ്ടപരിഹാര അവാർഡുകളിൽ ഉൾപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞു. സുപ്രധാന നിരീക്ഷണങ്ങൾക്കൊപ്പം മോട്ടോർ അപകട നഷ്ടപരിഹാര കേസുകൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന് ഉറപ്പാക്കുന്നതിന് എല്ലാ ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസുമാരോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു.